ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രാവിലെ മഴയൊന്നുമില്ല കേട്ടോ, ആകാശമൊക്കെ തെളിഞ്ഞ് കാണാനുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഭഗവതീൻ്റെ അമ്പലത്തിലാണ് പൂജ. ഗണപതി ഹോമമാണ് ഇന്നവിടെ നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. കർക്കിടക മാസത്തിലെ പൂജയാണ്. അപ്പം നമുക്ക് കുറച്ച് ദൂരം പോയാൽ മതി, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുതിയതായിട്ടൊരു ക്ഷേത്രം വരികയാണ്. അപ്പോൾ അവിടെയാണ് ഗണപതി ഹോമം നടക്കുന്നത്. അപ്പോൾ അത് തൊഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. കുറച്ച് ദൂരം റോഡിന് പോവാം, അല്ലെങ്കിൽ നമ്മുടെ തോട്ടം തൊടിയൊക്കെ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഞാൻ റോഡിനാണ് പോകുന്നത്. ഇനി അവിടെയൊക്കെ പുല്ലൊക്കെ ആയിട്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് റോഡിന് തന്നെ പോവാം. 2-3 വഴി കൂടെ നമുക്ക് ക്ഷേത്രത്തിലെത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള രാവിലത്തെ കാഴ്ചയാണിത് കേട്ടോ. ആകാശമൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുകയാണ്, മഴക്കോളൊന്നും കാണാനില്ല. ഇപ്പോൾ സമയം 7 മണിയായിട്ടേ ഉള്ളൂ. 8:30 വരെയാണ് അമ്പലത്തിൽ പൂജ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അവിടെ എത്തണം. ഗണപതി ഹോമം തൊഴണം, പിന്നെ ഭഗവതി പൂജ ഉണ്ട്, അപ്പോൾ അവിടെ തൊഴണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലൂടെ പോകുന്ന ചെറു കൈത്തോടിലെ വെള്ളമാണ് കേട്ടോ. ശക്തിയായിട്ട് മഴ പെയ്യുമ്പോൾ നല്ല ഉണ്ടാവും, മഴ കുറയുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് അല്പം കുറയും. അങ്ങനെയൊക്കെയാണ്. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ മുൻഭാഗത്തായിട്ട് ഒരു കുളമൊക്കെ ഉണ്ട്, അവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മൾ റോഡിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനേ ഉള്ളൂ കേട്ടോ. ഏറെ ഒരു 10 മിനിറ്റ് പോലും ഇല്ല, പെട്ടെന്ന് എത്തും. ഇപ്പോൾ മുന്നിലായിട്ട് ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഗണപതി ഹോമം കഴിഞ്ഞു. പൂജ തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും എണീറ്റ് നിൽക്കുകയാണ്. കർക്കിടക മാസത്തിലെ വിഘ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മൾ പ്രസാദമൊക്കെ സ്വീകരിക്കുകയാണ്. മഹാഗണപതി ഹോമമാണ്. അപ്പോൾ ഇവിടെ അമ്പലം പുതിയതായിട്ട് വരാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദേവിയെ ഒരു ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ പൂജയൊക്കെ നടക്കുന്നത്. ബാലാലയം എന്ന് പറയുമ്പോൾ ചെറിയൊരു റൂം പോലെ ഒരു സൗകര്യം ഉണ്ടാക്കിയിട്ട് അവിടെ പ്രതിഷ്ഠിച്ചതാണ്. ഇനി അമ്പലമൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബാലാലയം എന്ന് പറഞ്ഞ ഇതൊരു റൂമിനകത്ത് പ്രതിഷ്ഠിച്ചതാണ്. Radhe
ഇന്ന് മഹാഗണപതി ഹോമം ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റിൽ പ്രദേശത്തുള്ളവരല്ലാതെ കുറച്ച് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം ഗണപതി ഹോമത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് തൊഴാനെത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പൂജാതി കർമ്മങ്ങളും സ്ഥലം ഒരുക്കിയിട്ടുള്ള ശുദ്ധികർമ്മങ്ങളും അങ്ങനെ ഒരുപാട് ക്ഷേത്ര ആചാരത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രം ഭാരവാഹികളായിട്ടുള്ള കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം വൈകാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഭാരവാഹികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരുടെയും പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ ചുറ്റിലും. നമ്മുടെ നാടിൻ്റെ തന്നെ കൂട്ടായ്മ കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇപ്പോൾ ബാലാലയ പ്രതിഷ്ഠയിലാണ് ചെറിയൊരു റൂം ഉണ്ടാക്കിയിട്ട് അതിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമുള്ള ഒരുക്കങ്ങളും ക്ഷേത്രത്തിൻ്റെ പുരോഗമനമൊക്കെ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറ്റിയടി കർമ്മങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രമായതുകൊണ്ട് പെട്ടെന്ന് കുറ്റിയടിച്ച് അങ്ങനെ അമ്പലം കയറ്റാനൊന്നും സാധിക്കില്ല. അതിന് ഒരുപാട് പൂജാവിധികളും കർമ്മങ്ങളും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം കഠിന പായസവും ദേവസ്വത്തിൻ്റെ വക പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. ഇത് ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള നാഗക്കാവാണ് ഈ കാണുന്നത്. നാഗക്കാവിന് മുന്നിലൂടെ ഒഴുകുന്ന ചോലയാണ് ഈ കാണുന്നത്. ഇതാണ് നാഗക്കാവ്. നാഗക്കാവിന് മുന്നിലൂടെ ഈ ചോലയിൽ നിന്നുള്ള വെള്ളം ഒരു ചെറിയ ചാലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കടന്നിട്ട് വേണം നമുക്ക് നാഗക്കാവിലെത്താൻ.